ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുക്ക് ട്രാവൽ ടെക്ക് പുതിയ ഒരു എപ്പിസോഡായിട്ട് വരികയാണ്. നമ്മുടെ കൊറോണ ടൈമിൻ്റെ പ്രശ്നത്തിലൊക്കെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ഫുൾ ചിക്കൻ, നമുക്ക് ചിക്കൻ കിട്ടി. ഈസ്റ്റർ ഡേ ആയതുകൊണ്ട് ചിക്കൻ കിട്ടി. അപ്പോൾ നമ്മളൊരു ഫുൾ ചിക്കൻ, ഇപ്പോൾ ബക്കറ്റ് ചിക്കൻ്റെ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് വ്യത്യസ്തപ്പെടുത്തി, അതായത് നമ്മൾ ചിക്കൻ ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്നതിന്, ഫുൾ ചിക്കൻ ബേക്ക് ചെയ്യുന്നതിനും ബക്കറ്റ് ചിക്കനുകളുടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തപ്പെടുത്തി നല്ല രസമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് എന്താണ് ഉണ്ടാവണമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് ഒരു ഫുൾ ചിക്കനാണ്, അൺകട്ട്. അതായത് ഇതിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തു, പുറം ക്ലീൻ ചെയ്തു, എല്ലാം സംഭവം ചെയ്തിട്ടുള്ള ഫുൾ ചിക്കനാണ്. ഈ ചിക്കൻ എടുക്കുക. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ പതുക്കെ വരയുക. ഇതുണ്ട്, ഇതേപോലെ നൈസായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുക. കാരണം ഇതിൻ്റെ അകത്തേക്ക്, ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പോർഷനിലുള്ള അകത്തേക്ക് ശരിക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ വരഞ്ഞെടുക്കുക. ഇതിനെ വരഞ്ഞെടുക്കുക. അത് ഇതേപോലത്തെ അകത്തിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്കിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോക്കോളും. നമ്മളിതിനെ വരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ടോ ചെയ്യും. ചിക്കൻ ടോയിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് വലിയ ആനത്തല കേസൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്ക് ചെയ്യാവുന്നുള്ളൂ. വേണ്ടോ, നമ്മളിതിനെ നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് വരഞ്ഞെടുത്തു. ചിക്കൻ്റെ കഴുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ആനയുടെ തുമ്പിക്കായി നിൽക്കണോ. ശരിക്ക് സിസ്റ്റം അനുസരിച്ച് ഇത് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യുന്നില്ല, പകരം ഇത് ഒരു തുമ്പിക്കായി പോലെ പൊങ്ങി വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതായത് ഇതിൻ്റെ മാരിനേഷന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. കുറേ എനിക്ക് ഐറ്റംസ് ഉണ്ട്, കുറേ ഐറ്റംസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നമ്മളുള്ള ഐറ്റംസ് വെച്ചിട്ട് അങ്ങ് ചെയ്യാണ്. അതിന് മെയിനായിട്ടും വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ സോസ്, ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ബാർബിക്യൂ സോസ്. ഇതിനകത്ത് ഉള്ളത് നമ്മുടെ കറിവേപ്പില ചതച്ചെടുത്തതാണ്. അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ഏറ്റവും വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇത് ജീരകം ആണ്, ഇത് കുരുമുളക് പൊടി, വെജിറ്റബിൾ ഓയിൽ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതേപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കളറ് കിട്ടും, എരിവ് അധികം വരില്ല. നമുക്ക് ഈ ഇതുള്ളത് കൊണ്ട്, അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുള്ളത് കൊണ്ടും ഈ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ടും എരിവ് ഇവർ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഇതിന് കളറും ഭംഗിയും കൊടുക്കാനാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ലിഫ്റ്റ് ചെയ്യാനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി അതിൻ്റെ ഹെൽത്ത് സൈഡ്, കണ്ടാമിനേഷൻ, മറ്റുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കോണിക്കൽ ഷേപ്പുള്ള ഒരു പാത്രം എടുക്കുക, ഒരു കുഴി ഷേപ്പുള്ള പാത്രം എടുക്കുക. ഇത് മാരിനേഷൻ ഏറ്റവും നല്ല സംഗതി ഇങ്ങനത്തെ പാത്രമാണ്. കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിലും എന്ത് സംഗതിയാണ് പുറത്തേക്ക് പോകാതെ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ അത് സംഘടിപ്പിക്കും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. ഇത് 10, 100 അല്ലെങ്കിൽ 10, 150 രൂപ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സംഗതി. കേക്കിൻ്റെ ഡൗ ഒക്കെ ഉണ്ടാക്കാൻ നല്ല സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെച്ചാൽ ബേസിക്കായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 1-2 സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഓയിലാണ്. ഓയിൽ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റിനെ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമ്മൾ 2 സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കുകയാണ്. നമ്മളത് ചേർത്തു. അപ്പോൾ നമുക്കൊരു ഫുൾ ചിക്കനാണ്, അപ്പോൾ ഒരു ഇച്ചിരി വലിപ്പമുള്ളൊരു ചിക്കനാണ്, ഒരു മീഡിയം സൈസ് ചിക്കനാണ്. നമ്മളത് ചേർത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ചേർത്തു. അതിലേക്ക് ഗരം മസാല ഒരു സ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്തു. അതിനകത്തേക്ക്
ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. ചെറിയ എരിവ് ഇതിനുണ്ടാവുള്ളൂ. പിന്നെ നമ്മളതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് 1 സ്പൂൺ ചേർക്കുകയാണ്. ജസ്റ്റ് അവൻ മണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നല്ല സ്മെല്ല് കിട്ടാനായിട്ടാണ്. അതിലേക്ക് നമ്മൾ പെപ്പർ ചേർക്കുകയാണ്. പെപ്പർ ചേർത്തു. അതുപോലെ കുമിൻസ്, ഇത് ശരിക്കും പൊടിയാക്കി എടുക്കേണ്ടതാണ്. എനിക്കത് പൊടിയാക്കി എടുക്കാൻ പറ്റിയില്ല. അപ്പം കുമിൻസ്, ജീരകം ചേർത്തു. ജീരകം പൊടി. ഇതിനകത്ത് നമ്മൾ മല്ലിയിലയും ഒപ്പം തന്നെ മല്ലിയില, പുതിനയില, മല്ലിയില ഒരു തണ്ട്, ഒരു ഇതള്, പിന്നെ അതേപോലെ തന്നെ പുതിന നമ്മൾ 1-2 ലീഫ് മതി. ഈ നമ്മുടെ ഇത്, അതുപോലെ തൈമ്, റോസ്മേരി, ഇങ്ങനെയുള്ള സംഗതികളെ ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കുകയോ അല്ലെങ്കിൽ അതായത് നല്ല പൊടി പോലെ അരിഞ്ഞ് ചേർക്കുകയോ അല്ലെങ്കിൽ അരച്ച് പേസ്റ്റ് ആക്കി ചേർക്കുകയോ ചെയ്താൽ ഇത് സ്മെല്ലിന് അതേപോലെ തന്നെ ഒറിഗാനോ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള സംഗതികൾ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഇത് കണ്ടോ, ഇതിങ്ങനെ അരച്ച് എടുക്കുക. ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും സംഭവം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ ഉപയോഗിച്ച് അടിച്ചെടുത്താലും മതി. നമുക്കിതിനെ ഇങ്ങനെ അരച്ചെടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളിത് അരച്ചെടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ അരച്ച് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പം ഇങ്ങനെ അരച്ചെടുത്ത ഇതാണ് നമ്മുടെ ബേസിക് സംഗതി. ഇതിലേക്ക് നാരങ്ങനീര് പിഴിയുക. അപ്പം നാരങ്ങനീര് പിഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പിഴിഞ്ഞിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിന്നോളും. കുരു നമ്മുടെ കയ്യിൽ നിൽക്കും. നമുക്ക് ജ്യൂസിനെ അങ്ങോട്ട് വിടുകയും ചെയ്യാം. ഓക്കെ, 1 സ്പൂൺ തൈര് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ചിക്കൻ്റെ ഇതിനാണ്. എന്നിട്ട് ചിക്കനെ നമ്മൾ ഒരു 2-3 മണിക്കൂറെങ്കിലും മിനിമം ഇതിൽ വെക്കണം, മാരിനേഷനിൽ വെക്കണം കേട്ടോ. എന്നാലാണ് ചിക്കൻ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ, നല്ല കൂണ് പോലെ വരും. ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ചൈനീസ് ഒക്കെ ചെയ്യുമ്പോഴും ഇതിന് വളരെ വ്യക്തമായ റോളുണ്ട്. ആ ചിക്കനെല്ലാം നമ്മളിപ്പോൾ ചില്ലി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ പുറകിലെ ആശാൻ ഇദ്ദേഹമാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതിന് എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഓയിൽ കൊണ്ട് ഇങ്ങനെയൊന്ന് തടവി കൊടുക്കുക. ഇത് കണ്ടോ, ചിക്കൻ ഇതിൻ്റെ അകവും പുറവുമൊക്കെ നന്നായിട്ട് ഓയിൽ കൊണ്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിതിനെ ഒന്ന് ഓയിൽ കൊണ്ട് മസാജ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ നമ്മുടെ ഈ മാരിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ മാരിനേഷന് നമ്മൾ ഇതിൻ്റെ എല്ലാ വശത്തേക്കടെയും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നത് ഈ മാരിനേഷൻ ശരിക്കും നമ്മൾ പിടിക്കാനും ഒപ്പം തന്നെ ഇതിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് കണ്ടാമിനേഷൻ ഉണ്ടാകാതെ, ഓയിൽ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് സംഭവമാണ്. അപ്പം ആ കണ്ടാമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഇതിനകത്ത് ഇതിങ്ങനെ ഇത് ചെയ്യുന്നത്. നമ്മൾ അകത്തേക്കുള്ള സംഭവങ്ങൾ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമ്മളതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തേച്ച് പിടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ കോഴിയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഇലകളില്ലാത്തതിൻ്റെ കുറവ് ഒത്തിരി ഉണ്ട്. അതിൽ ഇലകൾ കൂടി ഉണ്ടെങ്കിൽ, അതായത് മല്ലിയില ഇങ്ങനെയുള്ള നമ്മുടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് ഒരു ലോങ് ടൈം നമ്മൾ വെച്ചു, ഒരു 2-3 hours വെച്ചിട്ടുള്ള സംഭവമാണ്. ശരിക്കും ഇത് ഓവർനൈറ്റ് വെക്കണമെന്നാണ് നമ്മൾ പഠിക്കുകയൊക്കെ ഇതിനകത്ത് സിസ്റ്റത്തിലൊക്കെ പറഞ്ഞത്. നമ്മളതിന് പകരം എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2-3 hours നമ്മൾ വെച്ചു, തിരക്ക് കൂടിയതുകൊണ്ട് ചെയ്യാണ്. ഇതിനകത്ത് ഈ ഫില്ലിങ്ങിന് ശരിക്കും ബസ്മതി റൈസൊക്കെയാണ് ചെയ്യേണ്ടത്. എനിക്ക് അതില്ലാത്തത് കൊണ്ട് ഞാൻ ഉപ്പും മുളകും അതേപോലെ ഇതിലേക്ക് ചേർത്ത് സോട്ടേ ചെയ്തെടുത്തിട്ടുള്ള നൂഡിൽസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ബോയിൽഡ് എഗ്ഗ് ഇതിൻ്റെ കൂടുതൽ വയ്ക്കാം. അതുപോലെ ഇതിനകത്ത് ഷ്രബുകൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓണിയൻ, അതുപോലെയുള്ള വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മളിതിൻ്റെ ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങായി.
അപ്പം ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ ടോ ചെയ്യാൻ പോവാണ്. ഇതിനെ നമ്മൾ കെട്ടാൻ പോവാണ്. കിട്ടുന്നത് നമ്മൾ ഒരു ചരട് എടുത്തു നമ്മൾ ടോ ചെയ്യാൻ പോവാണ്. ചിക്കൻ്റെ ഷേപ്പ് പോകാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനെ ടോ ചെയ്യാണ്. ടോ ചെയ്യുന്നതിന് നമ്മൾ ഇതേപോലത്തെ കുരുക്ക് പോലത്തെ ഇതേപോലത്തെ ഒരു ഇതിൽ കൂടെ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഓടാവുന്ന രീതിയിലുള്ള സംഭവം എടുത്തു. എടുത്തു. എന്നിട്ട് നമ്മളതിനെ ഈ ചിക്കൻ്റെ 2 കാല് ചേർത്ത് കണ്ടോ, ഈ കാല് ചേർത്ത് ഫസ്റ്റ് നമ്മളതിനെ ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് വെച്ചാൽ കണ്ടോ, ഇപ്പം ചിക്കൻ്റെ ഈ ഭാഗം സീലായി. എന്നിട്ട് നമ്മൾ ഇതിനെ നേരെ ഇത് ടൈറ്റ് ചെയ്യാണ്. നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എന്ത് വെച്ചാൽ ഈ വരയിൽ കൂടെ നേരെ ഇങ്ങോട്ടെടുത്തു. നമ്മളിവിടെ ചുറ്റിയിട്ട് നമ്മുടെ ഈ കയ്യിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൈ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇതേപോലെ ഒരു കുടുക്കുണ്ടാക്കിയിട്ട് ആ കുടുക്കിനകത്ത് കൈനെ ചുറ്റിയെടുക്കണം. നമ്മൾ ചുറ്റിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ, പുറകിൽ കൂടെ പോകരുത്, ഫ്രണ്ടിൽ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ട് ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ ചുറ്റിയെടുക്കണം. ഇതേപോലെ ചുറ്റിയെടുക്കുക. നമ്മൾ ചിക്കന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ കെട്ടിയെടുക്കുക. ടോയിൻ നൂലാണ് ഏറ്റവും നല്ലത്. ടോയിൻ നൂല് സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ഞാൻ ലേസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിന് ഈ കെട്ടിനെ ഈ കഴുത്തിൽ ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് ഇവിടെ നമ്മൾ ഈ കെട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. കണ്ടു, ഇതാണ് ടോയിങ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഈ ചിക്കൻ്റെ അകത്തുള്ള സംഗതികൾ ഇത് കണ്ടു, ഈ അടിവശം ക്ലീനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ബാലൻസ് ഉള്ള മസാലയെല്ലാം നമ്മൾ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ സീൽ ചെയ്യാണ്. നമ്മളൊരു നൈഫ് ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് കുത്തി നിറച്ച് കൊടുക്കുക, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ അകത്ത് ഫിൽഡാണ്. ഇതിനകത്ത് എഗ്ഗ്, ബോയിൽ ചെയ്ത എഗ്ഗോ അതുപോലെ തൈമ് ഇങ്ങനെയുള്ള ഇതുകളെല്ലാം സ്പൈസസ്, ലീഫ്സ് എല്ലാം ഫില്ല് ചെയ്യാം. അതുപോലെ ഗ്രീൻ ചില്ലി അരച്ച പേസ്റ്റ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. അതുപോലെ ബസ്മതി റൈസ് ബോയിൽ ചെയ്തെടുത്ത് ആ സംഗതിനെ ചെയ്യാം. അല്ലെങ്കിൽ ബിരിയാണിയുടെ റൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാ സംഗതിയും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നൂഡിൽസ് ആണുള്ളത്, നൂഡിൽസ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ഒരു സ്ക്യൂവർ എടുക്കുക. ആ സ്ക്യൂവർ വഴി ഇങ്ങനെ അത് സ്ക്യൂ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ ചെയ്യാം. നിങ്ങൾ ഈ നമ്മുടെ ബക്കറ്റ് ചിക്കനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബക്കറ്റ് ചിക്കനിൽ നമ്മൾ ഈ ചിക്കൻ്റെ ഇതൊരു കുറ്റി അടിച്ചിട്ട് ആ കുറ്റി കൂടെയാണ് അത് ഇത് ചെയ്യുന്നത്. നിലത്ത് ഒരു കുറ്റി കുഴിച്ചിട്ടിട്ട് ആ കുറ്റിയിൽ ഇത് കോർത്തിട്ട് ആണ് ചെയ്യുന്നത്. അതിന് പകരം ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയൊരു മെത്തേഡ് ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. കുറ്റി കോർക്കേണ്ടവർക്ക് കുറ്റി കോർക്കാവുന്നതാണ്. ഈ പാത്രത്തിന് ഇതിൻ്റെ മുകളിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡിന് വേണ്ടി നമ്മൾ പ്രസൻറ്റ് ചെയ്യാനുള്ള ഇത് പാലറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇത് വയ്ക്കുകയാണ്. വളരെ ലളിതമായ നമുക്കുള്ള സംഗതികൾ വെച്ചിട്ടുള്ള സംഗതിയാണ്.
വേറെ വലിയ കാർവിങ് വർക്കുകളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതിക്കൊന്നും നമുക്ക് സമയവുമില്ല. അതുപോലെ സാധനങ്ങൾ കിട്ടാനുമില്ല. വലിയ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഫില്ലിങ് ഇത് കണ്ടോ, ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലും ഉണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. ഒന്ന് സോസിലൊന്ന് മുക്കുക. സോസിലൊന്ന് മുക്കിയിട്ട് അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അപ്പം കൊള്ളാം. എരിവും എല്ലാ സംഭവവും പക്കയായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ബക്കറ്റ് ചിക്കൻ അല്ലെങ്കിൽ ബേക്കഡ് ചിക്കൻ, എന്ത് പേരിലുള്ളതാണെങ്കിലും ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വളരെ സിമ്പിളാണ്, ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ ബെല്ലൈക്കണിൽ അമർത്തിയിട്ട്, സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ബെല്ലൈക്കണിൽ അമർത്തിയിട്ട് ഓൾ എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ ഐറ്റവുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.